ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്കിന്ന് ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? ചിഹ്നങ്ങള് എങ്ങനെയാണ് സ്വരചിഹ്നങ്ങള് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേർക്കുന്നത് എന്ന് പഠിക്കാം നമുക്ക് അല്ലേ? അപ്പോ എങ്ങനെയാന്ന് മിസ് കാണിച്ചു തരാം. അപ്പോ എല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണേ. അപ്പോ എങ്ങനെയാണ് ആ എന്നുള്ള ചിഹ്നം എങ്ങനെയാണ് എഴുതുക നമുക്ക് നോക്കാം അല്ലെ? എങ്ങനെയാ ആ ചിഹ്നം വരുക? ഓക്കെ, അപ്പൊ എങ്ങനെയാ നിങ്ങൾക്കറിയോ? കാക്ക എന്നല്ല എഴുതുമ്പോ ഏത് ചിഹ്നം വരുക? ആ ചിഹ്നം വരും അല്ലെ? അപ്പൊ ആ എന്നുള്ള ചിഹ്നം. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങള്? ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് എടുത്തോ നിങ്ങള്, അല്ലെങ്കിൽ ഒരു 2 ലൈൻ ബുക്കില്ലേ നമ്മുടെ കോപ്പി ചെയ്യുന്ന ബുക്ക്, അതെടുത്തോ. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? ആ എന്ന് എഴുതിയതിനു ശേഷം ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് ആ ചിഹ്നം എഴുതണം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ ചേരുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ താഴെ എഴുതി എന്താ? കാ എഴുതി അതിന് ആ ചിഹ്നം വരുമ്പോ കാ എന്ന് വായിക്കും. ഓക്കെ, കാക്ക എഴുതുമ്പോ ഏത് വരും? കാ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കാ എന്ന് വരും അല്ലേ? അപ്പൊ കാക്കാന്ന് എഴുതാൻ നമ്മൾ ആ ചിഹ്നാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പൊ ആ എന്ന് എഴുതിയതിന് ശേഷം ചിഹ്നങ്ങളിന് മേലെ ഹെഡിങ് എഴുതണേ. അമ്മമാരുടെ ഹെൽപ്പ് ചോദിക്കണം. ചിഹ്നങ്ങൾ നമ്മൾ ഇല്ല, ആദ്യം ചിഹ്നങ്ങളിന് എഴുതുക. കണ്ടോ മക്കളെ ചിഹ്നങ്ങളിന്? അത് മക്കൾക്ക് ഒറ്റക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയില്ല, എന്നാ അമ്മമാരുടെ ഹെൽപ്പ് ചോദിച്ചോട്ടോ. ചിഹ്നങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ? ചായ എഴുതി വള്ളിയിട്ട് ഹായ് എഴുതി ഒരു ചന്ദ്രക്കല ഇട്ടാലും മതി കേട്ടോ. ഈ കൂടി വരുന്ന ഹ് നായാണ്, ഹ് പ്ലസ് നായാണ് കാണുന്നത് ചിഹ്നങ്ങൾ എഴുതുമ്പോ. ചിഹ്നങ്ങളിന് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യണം, അടിയില് വരയ്ക്കണം. എന്റെ ആൻഡ്രോസ് ജിയോ എഴുതുന്നുണ്ടോ മോളെ? എഴുതുന്നില്ലേ ആൻഡ്രോസേ? ഓക്കെ, ചിഹ്നങ്ങളാണ്. അപ്പൊ താഴെ എഴുതുക ആ എന്ന് എഴുതുക. ആ എഴുതിയിട്ട് ചെറിയൊരു ഹൈഫൺ ഇടുക. അപ്പൊ ആ എഴുതി കാ എന്ന് എഴുതിക്കോ കേട്ടോ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. ആ ക. ആക്ക് പിന്നെ പ്രത്യേകിച്ച് ചിഹ്നങ്ങളില്ലല്ലോ അല്ലേ? അപ്പൊ നെക്സ്റ്റ് വരുന്നത് ആ. ആ കാ. അതെ അതെ, ഇത് തന്നെയൊക്കെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ആ എഴുതിയോ? ചെറിയൊരു ഹൈഫൺ എടുത്തിട്ട് ആ എന്ന ചിഹ്നം മാത്രം ഇടുക. അതിനുശേഷം കാ എന്ന് എഴുതിക്കോ. മനസ്സിലാവാൻ വേണ്ടിയാണ് കാ എഴുതിയത് കേട്ടോ. അപ്പൊ കാക്ക എന്നൊക്കെ എഴുതാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ചിഹ്നം അല്ലേ? ഗൗരിനന്ദ എഴുതി കഴിഞ്ഞോ? ഗൗരിനന്ദ എങ്ങോട്ടാ നോക്കുന്നേ? മിസ്സിനെ ഇങ്ങോട്ട് നോക്കിയേ. എഴുതിയോ? ഓക്കെ, മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ കാക്ക എങ്ങനെ എഴുതുക നിങ്ങള്? കാ എഴുതിട്ട് എന്ത് ചെയ്യണം? ഇക്ക എഴുതണം അല്ലേ? എന്നാ കാക്കായ് അല്ലേ?
നെക്സ്റ്റ് വേറൊരു വേർഡ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മാങ്ങ എന്ന് എഴുതാൻ എന്താ ചെയ്യാ? അന്നേരം എന്ത് ചെയ്യണം? ഈ കാ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? മാ എഴുതണം അല്ലേ? അപ്പൊ എന്താവും? മാന്നാവും അല്ലേ? അതുപോലെ തായാണെങ്കിൽ എന്ത് വരും? താ എഴുതണം. ആ കാ ഉള്ള സ്ഥലത്ത് താ എഴുതണം. അപ്പൊ താ എന്ന് എഴുതും അല്ലേ? ഏത് അക്ഷരങ്ങളുടെ കൂടെയും ആ ചിഹ്നം ചേർത്താൽ എന്ത് ചെയ്യും? ആ അക്ഷരത്തിന്റെ സ്വരവും വന്ന് ആ എന്നുള്ള ഒരു സൗണ്ട് വരും. മനസ്സിലായോ? അപ്പൊ കാ, താ, വാ, പാ, മാ എന്നൊക്കെ വരും അല്ലേ? അപ്പൊ ഓരോരോ വ്യഞ്ജനാക്ഷരങ്ങൾ ചേരുമ്പോ അതിന്റെ സൗണ്ടോട് കൂടി ആ എന്നുള്ള ഉച്ചാരണം വരും. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ആ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ കാന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇനി അല്ലേ? മാങ്ങ, പിന്നെന്താ? താരം, വാഴ, പാറ, പാലം, ചായം അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം? ആ അക്ഷരം എഴുതിയതിനു ശേഷം ഈ ചിഹ്നം ഇടണം അല്ലെ? ഈ ആ എന്ന ചിഹ്നം ചേർക്കണം. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഉച്ചാരണത്തില് നമുക്കത് മനസ്സിലാവും അല്ലെ? അപ്പൊ ആ എന്നുള്ള ചിഹ്നം ഏതാ? ആ ചിഹ്നാണ്. അതിന്റെ കൂടെ ഇപ്പൊ താരം എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? താ എഴുതി ആ ചിഹ്നം ഇടണം. ഓക്കെ, ക്ലിയർ ആയോ ഭാവയാമി? എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ആയോടാ? അത് എഴുതിയാ? ആ എന്ന ചിഹ്നം എഴുതിയാ? എഴുതിയ മോളെ ഭാവയാമി? കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇത് പഠിച്ചില്ല എല്ലാവരും? നെക്സ്റ്റ് ഇലോൺ മനസ്സിലായി? എഴുതിയോ? ഇലോണെ കാണുന്നില്ലല്ലോ മിസ്. എവിടെയാ? ആളുണ്ടോ അവിടെ? ഇലോണിനെ കാണുന്നില്ല, അമ്മയെ കാണുന്നുള്ളൂ. ഇലോൺ ഉല്ലാസേ? ഓക്കെ, ഇലോൺ ഉല്ലാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മിസ്സേ, അവൻ ഇപ്പൊ വരും. എഴുതിക്കൊണ്ടിരുന്നപ്പോ പുറത്തോട്ട് പോയതാ, അപ്പന്റെ അടുത്തോട്ട് പോയതാ. എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതെ അല്ലേ? അല്ല, ഇലോണെ അവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതിയോ? ആ എന്ന ചിഹ്നം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിന് ഏത് അക്ഷരങ്ങളെ ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ആ എന്ന ഉച്ചാരണത്തോടുകൂടി അത് വായിക്കണം. ഓക്കെ, ഇവിടെ എഴുതി ശ്രീകൃഷ്ണ. ഓക്കെ, പാർവണ ഒന്ന് കാണിച്ചേ. പാർവണ എഴുതിയതൊന്ന് കാണിച്ചേ. ഭവിക ആ എഴുതി. അപ്പൊ സ്ലേറ്റിൽ എഴുതിയാലും മതി നിങ്ങൾ ഇപ്പോഴ്, പിന്നീട് അത് നോട്ടിലേക്ക് മാറ്റിയാലും മതി കേട്ടോ മക്കളെ, എഴുതി പഠിച്ചതിന് ശേഷം. അപ്പൊ നെക്സ്റ്റ് ഏതാ? ആ കഴിഞ്ഞ നെക്സ്റ്റ് ഏതാ? ഏതക്ഷര? പാർവണ ലിസൺ ഹിയർ. പാർവണ, ഏതക്ഷര അടുത്തത്? ഈ അല്ലേ അടുത്തത്? അപ്പൊ ഏതാ ചിഹ്നം? ഈ ചിഹ്നം ഏതാ? ഏതാ ഇഷാനെ? ഈ. ഓക്കെ, നെക്സ്റ്റ് ഈ ചിഹ്നം, പിന്നെ കാക്ക് ഈ ചിഹ്നം ഇട്ട കീ എന്ന് വായിക്കും അല്ലേ? ഈ. ഓക്കെ, ക്രിസ്റ്റി ജോസഫ് എഴുതിയോ? കീ. ഗോഡ്വിൻ. ധനലക്ഷ്മി എഴുതിയോ? ധനലക്ഷ്മി. ഓക്കെ, അപ്പൊ ഈ എന്ന് ഉച്ചാരണം വരും അല്ലേ? അപ്പൊ ഏത് വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്താലും അതിന്റെ കൂടെ ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാ എന്ത് ചെയ്യും? തായാണെങ്കിൽ തീ എന്ന് വായിക്കും. അമ്ന ഫാത്തിമ എഴുതി കഴിഞ്ഞോ? അമ്ന എഴുതുന്നുണ്ടോ? അമ്ന? ഓക്കെ, അപ്പോ തായാണെങ്കിൽ തീ, മായാണെങ്കിലോ മീ, ലാ ആണെങ്കിൽ ലീ, വാ ആണെങ്കിൽ വി അല്ലേ? അപ്പൊ മിഴി, പിന്നെന്താ? നിങ്ങൾ,
നിങ്ങൾ, കിഴക്ക്, ദിക്കുകൾ, അതിനെല്ലാം എന്ത് ചെയ്യണം? ആ അക്ഷരങ്ങളും അതിനൊരു വള്ളി ഇടുക. നമ്മളിപ്പോ എഴുതിയ ചിഹ്നങ്ങൾ എഴുതുമ്പോ എന്താ ചെയ്ത്? ചാക്ക് ഈ ചിഹ്നം ഇട്ടു അല്ലെ? ചാക്ക് ഈ ചിഹ്നം ഇട്ടു. അതുപോലെ ചില്ലക്ഷരങ്ങൾ എഴുതുമ്പോ ഏതാ ഇടുക? ചാക്ക് ഈ ചിഹ്നം ഇട്ടു അല്ലെ? പിന്നെയോ ഇപ്പൊ ലാസ്റ്റ് മഷി എന്ന് വരുമ്പോ ഷാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് ഈ ചിഹ്നം വരുന്നുണ്ട് അല്ലെ? പുഞ്ചിരി അല്ലേ? പിന്നെന്താ? പൂവിളി. ഇന്നലെ എഴുതുമ്പോ എന്ത് വന്നു? വാക്കും വന്നു, പിന്നെ ലാക്കും ലാസ്റ്റ് വന്നു അല്ലെ? ഈ ചിഹ്നം. അപ്പൊ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാനാണ് മിസ് ഈ ചിഹ്നങ്ങള് പഠിക്കുന്നത് കേട്ടോ, പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ എന്ന ചിഹ്നം, ഈ എന്ന ചിഹ്നം നിങ്ങക്ക് മനസ്സിലായില്ലേ മക്കളെ? അപ്പൊ കീ, മീ, വി, പിന്നെയോ ലാ എഴുതിയിട്ടാണെങ്കിൽ എന്താ ചെയ്യാ? എങ്ങനെയാ വായിക്കുക? സമജ്ഞ? ഇപ്പൊ ലായാണെങ്കിൽ സമജ്ഞ പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ലേ മക്കളെ നിങ്ങൾക്ക്? സമജ്ഞ, ഭാവയാമി കേൾക്കുന്നുണ്ടോ? സമജ്ഞ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ലാ എഴുതിയിട്ട് വള്ളിയിട്ട് എന്ത് വായിക്കും സമജ്ഞ? ലീ. മാ എഴുതി വള്ളിയിട്ട് എന്ത് വായിക്കും? മീ. വാ എഴുതി വള്ളിയിടുന്നയാണെങ്കിലോ? വി അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ അത്? ഓക്കെ. അപ്പോ ഈ ചിഹ്നം അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഈ എന്നുള്ള ചിഹ്നമാണ്. ഈക്ക് നേരെ ഈ എഴുതി ഹൈഫൺ ഇട്ട് ആ ചിഹ്നങ്ങൾ എഴുതണം, ചിഹ്നം എഴുതണം. എന്നിട്ട് കീ. അപ്പൊ എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഓരോ ദിവസം നിങ്ങൾ എഴുതി പിന്നീട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഏത്? ഇപ്പം കീ കാ അതിന്റെ ഇടയിൽ തന്നെ എഴുതിക്കോ. അടുത്ത താ വെച്ച് എഴുതുക, വാ വെച്ച് എഴുതുക. നിങ്ങൾ സ്വന്തമായി നോട്ടിൽ എഴുതി, സ്ലേറ്റിൽ എഴുതി പഠിക്കുക അല്ലെ? എല്ലാ അക്ഷരങ്ങളും. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഏതാ? ഈ അല്ലെ? ശ്രദ്ധിച്ചേ, ഈ. അപ്പൊ ഈ ചിഹ്നം നിങ്ങൾ കണ്ടോ? എങ്ങനെയാ? നമ്മൾ നേരത്തെ എഴുതിയ ഭാവയാമിക്ക് ഇന്ന് വിശപ്പാണല്ലോ അല്ലേ ഭാവയാമി? ഓക്കെ. അപ്പൊ ഈ എന്ന ചിഹ്നം എങ്ങനെയാ വരുക? നേരത്തെ എഴുതിയ ഈ ചിഹ്നത്തിന് ഒരു ചുരുക്ക് ഇട്ടു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളേത്? അപ്പൊ ഒരു ചുരുക്ക് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഈ എന്ന ഉച്ചാരണം വന്നു അല്ലെ? അപ്പൊ കാ കീയായി, വാ വീയാവും, ലായാണെങ്കിലോ എന്ത്? ലീയാവും. ഓക്കെ. അപ്പോ അങ്ങനെ ഓരോരോ അക്ഷരങ്ങളും ആ ഒരു ഉച്ചാരണത്തില് വായിക്കാം. അപ്പൊ കീരി, മീര അല്ലെ? വീണ അല്ലെ? അങ്ങനെയാണ് വരുക അല്ലെ? വീണ എന്ന് പറയുമ്പോ വാ എഴുതിയിട്ട് ഈ ചുരുക്ക് വള്ളി ഇടണം. അപ്പൊ നിങ്ങൾ ഇന്ന് ഇപ്പൊ നോട്ടിൽ എന്താ എഴുതേണ്ടത്? ഈ എഴുതി ഒരു ഹൈഫൺ ഇട്ടിട്ട് ഈ എന്നുള്ള ചുരുക്ക് ചിഹ്നം ഇട്ടു. നേരത്തെ ഇട്ട ചിഹ്നത്തിന്റെ കൂടെ ഒരു ചുരുക്ക് അല്ലേ? ഓക്കെ. അപ്പൊ കീ മനസ്സിലായോ? അപ്പൊ കീരി, വീണ, മീര ഒക്കെ വരുമ്പോ എന്താ വരുക? ഓ എന്താടാ ഈ ക്രിസ്റ്റി? ഓക്കെ ക്രിസ്റ്റി, ഈ കായിട്ട് ഈ ചിഹ്നുട്ട കീ എന്ന് വായിക്കും. അപ്പൊ വാ ഇട്ടിട്ട് ഈ ചിഹ്നുട്ട എന്ത് വായിക്കും? ക്രിസ്റ്റി ജോസഫേ, വാ എഴുതി ഇതേപോലെ. ഓക്കെ. ഇനി മായാണെങ്കിലോ? മീന്ന് വായിക്കും അല്ലേ? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ആ ലായാണെങ്കിൽ ലീ അല്ലേ?
ഓക്കെ. ആരമൽ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ രായാണെങ്കിൽ എന്ത് വായിക്കും? രീതി എന്നല്ല എഴുതാൻ എങ്ങനെ ഇടുക? രായ എഴുതിയിട്ട് ചുരുക്ക് വള്ളി ഇടണം അല്ലേ? അപ്പൊ രീ എന്നിട്ട് എഴുതി വരട്ടെ രീതി അല്ലേ? നീര, വീണ, ജീവി ഇതൊക്കെ എഴുതാൻ ഏത് ചിഹ്ന ഉപയോഗിക്കുക? നമ്മളിപ്പൊ എഴുതിയ ഈ എന്നുള്ള ചിഹ്നാണ് ഉപയോഗിക്കുക അല്ലേ അഭിരാമി? മനസ്സിലായോ അഭിരാമിക്ക്? ഓക്കെ. അവേദ്യ എഴുതി കഴിഞ്ഞോടാ? എഴുതി കഴിഞ്ഞോ അവേദ്യ? ഫിനിഷായോ ഇപ്പൊ ഇതുവരെ ഉള്ളത്? ദേവപ്രിയ എന്തായി? ഫിനിഷായോ? ഓക്കെ. അപ്പോ അടുത്തത് ഏതാ? ഊ അല്ലേ? ഊവല്ലേ അടുത്തത്? ഊവല്ലേ? എന്നതാ? ഊ എന്താ കാണുന്നത് ഇപ്പൊ? ഊ. ഊ ചിഹ്നം എങ്ങനെയാ കാണുന്നുണ്ടോ മക്കളെ നിങ്ങള്? ഊ ഊന്നെഴുതി ഹൈഫൻ ഇട്ട് ഊ ചിഹ്നോട്. ഓക്കേ. ഊ എഴുതി എല്ലാവരും? ഊ എന്ന ചിഹ്നം ഇടുക. അത് കഴിഞ്ഞ് എങ്ങനെയാ? കാ എഴുതി ഊ ചിഹ്നം അല്ലെ? എന്ത് വായിക്കും? കാ എഴുതി ഊ ചിഹ്നം ഇട്ടാ എന്ത് വായിക്കും? കൂ അല്ലേ? മായാണെങ്കിലോ? മൂ. വായാണെങ്കിൽ വൂ അല്ലേ? ലായാണെങ്കിലോ? ലു. മുത്ത്. പിന്നെയോ? ചുക്ക്, കുയിൽ അല്ലേ? അതൊക്കെ എഴുതാൻ ഏതാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുക? ഈ ഊ എന്നുള്ള ചിഹ്നം. കുഞ്ഞിക്കിളി. അപ്പൊ കുഞ്ഞി എഴുതുമ്പോ കുട്ടി അല്ലേ? ഇതൊക്കെ എഴുതാൻ ഏതാ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക? ഊ എന്ന ചിഹ്നാണ് ഉപയോഗിക്കുക അല്ലെ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കേ. ഗോഡ്വിൻ അടുത്ത കുട്ടികളെ ഓക്കേ. ആൻഡ്രോസ്, ആൻഡ്രോസേ എഴുതി കഴിഞ്ഞോ മോളെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കേ. മനസ്സിലായോ? ഓക്കെ. എഴുതിയത് കണ്ടു മിസ്. സൂപ്പർ ആയിട്ടുണ്ടേ. അപ്പൊ നെക്സ്റ്റ് ക്രിസ്റ്റോ എന്തായി? എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ഭവിക എഴുതിയോ? അപ്പൊ കുയിൽ എന്നല്ലോ എഴുതാൻ ഏതാ എഴുതേണ്ടത്? ഈ കൂവാണല്ലേ? അർജുൻ രാജേഷ്, വൈഷ്ണവേ എഴുതി കഴിഞ്ഞ മോനെ? എല്ലാരും എഴുതുന്നുണ്ടോ മിസ് പറയുന്നത്? സർഗ അപ്പൊ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാ ചിഹ്നങ്ങള് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരചിഹ്നങ്ങൾ ചേർക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? അപ്പൊ ഊ കഴിഞ്ഞ ഏതാ നമ്മുടെ അക്ഷരം? ആ ആ, ഇ ഈ, ഉ ഊ, ഊ വരണം അല്ലേ? ഇനി ഊ കണ്ടോ എല്ലാവരും? ഊ. ഊ അല്ലേ? ഊന്ന് എഴുതി ഹൈഫൺ ഇട്ടിട്ട് ഊ ചിഹ്നം. അന്നാഗ്രേസ് എഴുതി കഴിഞ്ഞ മോളെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ജസ്മിൻ സിജോ ആളില്ല അവിടെ? ജസ്വിൻ ഓക്കെ. കാശിനാഥേ എന്തായി? കാശിനാഥേ
കശിനാദി ഫിനിഷ് ആയോ? ഇനി ഊ എഴുതി. അപ്പൊ ഊമ ഇപ്പൊ കൂട് നല്ല ഏതാ ഉപയോഗിക്കുക നമ്മള്? കൂട്. അനയാറോസേ എഴുതിയോ മോളെ? ഷൻസ അവിടെ എന്തോന്ന് പരിപാടി? ഷൻസാൻ നല്ല മക്കളായി ഇരിക്കുന്നില്ലേ? എഴുതിയെടുക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കൂട്, പൂവ്, ഭൂമി, മൂക്ക് ഇതൊക്കെ എഴുതാൻ ഏതാ ഉപയോഗിക്കുക നമ്മള്? ഈ ഊ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? പൂവ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ കാക്ക് ഇവിടെയുള്ള കായില്ലേ കൂന്നെഴുതിയേ അതിന് പകരായി മായാണെങ്കിൽ മൂ എന്ന് വായിക്കും. നെക്സ്റ്റ് അമ്ന എന്താ മായാണെങ്കിൽ എന്താ വായിക്കുക? അമ്ന ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യുമോളെ. മഹദിയ എന്താ വായിക്കോ മോളെ? മഹദിയ അൺമ്യൂട്ട് ചെയ്ത്. മായാണെങ്കിൽ എന്താ വായിക്കുക? ഊ ചിന്നൂട്ടാ. ഏഞ്ചൽ മെരിയ ഏഞ്ചൽ കാക്ക് പകരം അവിടെ മായാണെങ്കിൽ എന്ത് വായിക്കും? ഇപ്പൊ കാക്കൂന്നുണ്ട്. അപ്പൊ മായാണെങ്കിലോ? വായാണെങ്കിലോ? ഊ. വായാണെങ്കിലോ? യൂ. നൈജൽ എഴുതി കഴിഞ്ഞ നൈജൽ എഴുതിയോ? മനസ്സിലായോ? നൈജൽ എഴുതി കഴിഞ്ഞില്ലേ? എന്ത് പറ്റി? എന്താ എഴുതാത്തെ? ഏതുവരെ? ഈ വരെ എഴുതിയുള്ളൂ. അപ്പൊ ഊ എഴുതിയിട്ട് ഹൈഫൻ ഇട്ടൂടെ? അപ്പൊ നമ്മൾ ഊ എത്തിയല്ലോ. പ്രിയ ഉറപ്പ് തൂക്കുന്നുണ്ടടാ. ഷാമില എഴുതി കഴിഞ്ഞോ? ഷാമിലേ ഒന്നുകൂടി കാണിച്ചു തരണോ? യെസ് കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ. നൈജലെ അടങ്ങിയിരുന്ന് എഴുതിയേ. ഓക്കെ. ഏതാണ്? ഫസ്റ്റ് മുതൽ ഒന്നുകൂടി ഇടാം. ഓക്കെ എഴുതിയോ? ചിഹ്നങ്ങൾ ആ ക അത്രേ പറഞ്ഞുള്ളൂ ആദ്യത്തെ. നെക്സ്റ്റ് ഏതാ? ആ എന്നതാ പറഞ്ഞത് അല്ലേ? അടുത്തത് എങ്ങനെയാ വരുക? ആക്ക് ചിഹ്നം കണ്ടോ? എഴുതി കാണിക്കല്ലേ ഇതല്ലേ? എഴുതി കണ്ടില്ല? കാണുന്നില്ലേ നൈജല്? കണ്ടോ? എഴുതി. എഴുതി. ഓക്കെ. നെക്സ്റ്റ് ഈ അതാ ശ്രദ്ധിക്ക്. ഈ കീ അല്ലേ? അപ്പൊ വായാണെങ്കിൽ വി വരും, മായാണെങ്കിൽ മീ വരും, രായാണെങ്കിൽ ലീ, ഡായാണെങ്കിൽ ലീ, തിര, ചിരി, നിറ, നിറകുടം ഒക്കെ എഴുതുമ്പോ ഏതാ വേണ്ടത്? ഈ ചിഹ്നാണ് വേണ്ടത് അല്ലേ? എഴുതിയോ? നെക്സ്റ്റ്
നെക്സ്റ്റ് ഈ ആണ് നെക്സ്റ്റ്. ഇതാ ഈ അപ്പൊ കീ, പീലി, നീല, ചീര ഒക്കെ എഴുതാൻ ഏതാ ഉപയോഗിക്കുക? ഈ ചിഹ്നാണ് ഉപയോഗിക്കേണ്ടത്. ഈ എന്നുള്ള ചിഹ്നം. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഉ. ഊ എന്ന് പറഞ്ഞ ഏതാ? ഓ ഊ അല്ലെ? ഊ ചിഹ്നം കണ്ടോ എല്ലാരും? പുലി, മുന, പുര, നുര ഒക്കെ എഴുതാൻ ഏതാ ഉപയോഗിക്കുക? ഈ ചിഹ്നാണ്, ഊ എന്ന ചിഹ്നാണ് ഉപയോഗിക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഊ. കണ്ടോ മക്കളെ? ഊ കണ്ടോ? എഴുതിയോ? ഊ എന്ന ചിഹ്നം എഴുതണം. ഊന്ന് എഴുതി ഒരു ഹൈഫൺ ഇട്ട് ഊ എന്ന ചിഹ്നം എഴുതണം. അപ്പൊ പൂവ്, നൂല്, പൂരി ഇതൊക്കെ എഴുതാൻ ഏതാ ഉപയോഗിക്കേണ്ടത്? ഊ എന്ന ചിഹ്നം അല്ലേ? നമ്മൾ കഴിക്കുന്നതല്ലേ പൂരി അല്ലേ? ഇതൊക്കെ ഓർമ്മിക്കുമ്പോ ഈ ഊ എന്ന ചിഹ്നം ഓർമ്മ വേണം. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് വൺ ഏതാ? ഇറ്. ഇറ് കണ്ടോ? അപ്പൊ ഇറ് എന്ന ചിഹ്നം ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. ഇറ് എഴുതിയതിനു ശേഷം ഇറ് എന്നുള്ളത് ഹൈഫൺ ഇട്ട് എഴുതുക അല്ലേ? കൃപ, കൃഷ്ണൻ, പിന്നെയോ? പിന്നെ ഏതാ വരുക? കൃഷി അല്ലേ? ഇതൊക്കെ എഴുതാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഈ ചിഹ്നാണ് ഉപയോഗിക്കുന്നത്. വൃത്തി ഇതൊക്കെ എഴുതാൻ നമ്മൾ ഏതാ ചിഹ്നം ഉപയോഗിക്കുക? ഇറ് എന്നുള്ള ചിഹ്നം. ഓക്കെ, ഏഞ്ചൽ എവിടെ പോയി? ഏഞ്ചൽ. ഓക്കെ, അപ്പൊ ഇറ്. ഇറ് എഴുതി പഠിച്ചു എല്ലാവരും? അപ്പൊ ഇത്ര പോലെ എഴുതി സൂക്ഷിക്കണേ. ആ ഹൈഫൺ ഇട്ടിട്ട് ആ ചിഹ്നം, ഈ ചിഹ്നം ഇടുക, ഈ ഹൈഫൺ ഇട്ടിട്ട് ഈ ചിഹ്നം ഇടുക, പിന്നെയോ ഊ ഹൈഫൺ ഇട്ടിട്ട് ഊ എന്ന ചിഹ്നം ഇടണം, പിന്നെ ഊന്ന് എഴുതി ഹൈഫൺ ഇട്ടിട്ട് ഊ എന്ന ചിഹ്നം എഴുതണം, പിന്നെ ഇറ് അല്ലേ? ഇറ്. ഓക്കെ, ഏഞ്ചൽ. ഇറ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഏ ചിഹ്നം നിങ്ങൾക്ക് അറിയോ? ഏ ചിഹ്നം ഏ എന്നുള്ള ചിഹ്നം കണ്ടോ നിങ്ങൾ എല്ലാവരും? ഏ കെണി, കെട്ട്, ചെമ്മേ, ചെവി. പിന്നെ ഏതാ വരുക? ചെടി, ചെവി അല്ലേ? ഇതൊക്കെ എഴുതാൻ മെതി. ഇതൊക്കെ എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എ എന്നുള്ള ചിഹ്നാണ്. അപ്പൊ എ എഴുതി ഹൈഫൺ ഇട്ട് എ ചിഹ്നം എഴുതി വെക്കണം. പിന്നെ കാ വരുമ്പോ കെ വായിക്കും, ചായാണെങ്കിൽ ചേ വായിക്കും, വായാണെങ്കിലോ വേ, മായാണെങ്കിൽ മേ അല്ലേ? ലായാണെങ്കിൽ ലേ. അപ്പൊ ചെടീന്ന് എഴുതാൻ എ ചിഹ്നിട്ട് ചായ എഴുതണം അല്ലേ? എന്നിട്ട് ടാ എഴുതി വള്ളി ഇടണം. ടി നമ്മ അതും പഠിച്ചു ഈ ചിഹ്നം അല്ലേ? ഇപ്പൊ അക്ഷരങ്ങൾ എഴുതുക, ചിഹ്നങ്ങളോട് അതിന്റെ കൂടെ യോജിപ്പിച്ചാല് നമുക്ക് ഏതും എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എ മുതൽ അങ്ങോട്ടുള്ളത് പഠിക്കാം അല്ലേ? ചിഹ്നങ്ങളെ മനസ്സിലായോ?
എല്ലാവർക്കും? ഓക്കെ, സൂപ്പർ ഇഷാൻ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഇന്ന് എഴുതിപ്പിച്ചത് എഴുതിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, ഏഞ്ചൽ അവനോട് സംസാരിക്കുന്ന എന്തിനാ? ഏഞ്ചൽ, നൈജൽ പഠിക്കട്ടെ. ഓക്കെ, അപ്പോ എല്ലാവരും ഇന്ന് എഴുതിപ്പിച്ചത് ഇപ്പൊ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? മിസ് എഴുതിയത് അതുപോലെ, അതായത് ആ എഴുതി ഹൈഫൺ ഇട്ടിട്ട് ആന്നുള്ള ചിഹ്നം. ഓക്കെ, ഇവിടെ ആരോമൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആരൊക്കെ എഴുതി ഒന്ന് കാണിച്ചെന്നേ മിസ്സിനെ. എല്ലാരും ഒന്ന് കാണിച്ചെന്നേ മിസ്സിനെ. ഓക്കെ, ഓക്കെ, ഗോഡ്വിൻ എഴുതിയിട്ടുണ്ട്. ഗോഡ്വിൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? ജിയോണ തെരേസ, ഇഷാൻ എഴുതി, ഭാവയാമി എഴുതി, ജസ്റ്റ് കാണുന്നില്ല മിസ് ശരിക്ക്. നെഹ്ല ഫാത്തിമ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സർഗ സജിത്ത്, ദേവപ്രിയ, അർജുൻ രാജേഷ്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എഴുതിയത്. അപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ട് തരണം മിസ്സിനെ. അപ്പൊ സ്റ്റാർ തരാ. ധനലക്ഷ്മി, ക്രിസ്റ്റി ജോസഫ്, പിന്നെ എഴുതിയേ ഗൗരി നന്ദ, ആൻഡ്രോസ് ജിയോ, ഷൻസ അൻസിയാൻ. ഓക്കെ, ഇർഷാദ് മഹദിയ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മസ്ലോബ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എഴുതിയേ? ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടല്ലേ? എല്ലാവരും ഇന്ന് ഗ്രൂപ്പില് സമജ്ഞ എഴുതി, ഷാമിൽ എഴുതി, നൈജൽ എഴുതി, ഏഞ്ചൽ എഴുതി, എഡ്വിൻ ജോസഫ് എഴുതിയിട്ടുണ്ട്, കവിക, അംന ഫാത്തിമ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും എഴുതിയത് കേട്ടോ. എല്ലാവരും എഴുതിയത് കാണുന്നുണ്ട് മിസ്സേ. ഓക്കെ, ജസ്വിൻ സിജോ എഴുതിയിട്ടുണ്ട്. നല്ല മക്കളായിട്ട് എല്ലാരും എഴുതിയിട്ടുണ്ട് അല്ലേ? ശ്രീഷ്ണ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഭവിക എഴുതിയിട്ടുണ്ട്. നല്ല മക്കളാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. നമ്മുടെ സമയം കഴിയാറായി ഇന്നത്തെ അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ടാറ്റ. അപ്പൊ എല്ലാവരും എഴുതി സെൻഡ് ചെയ്യണേ ഗ്രൂപ്പില്. ഓക്കെ, അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്ക് കുറെ നാളായി എഴുതാത്ത, എല്ലാവരും എഴുതിയിട്ട് ഒറ്റൊരു പേജ് മാത്രം എഴുതിയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുമ്പേ സെൻഡ് ചെയ്യണം എല്ലാവരും. എഴുതുന്നില്ല അന്നൊന്നും ചെയ്യുന്നതേ നോക്കൂ കേട്ടോ മിസ്. ഓക്കെ, അപ്പൊ ബൈ, സീ യു. ഓക്കെ, ടാറ്റാ. ഓക്കെ.